എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന്. അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കാം. അപ്പോൾ എല്ലാവരും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നതെങ്കിൽ പോലും ഇവിടെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആ പേഴ്സൻ്റെ വിഷമമാണ്. വിഷമമെന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തത്ര വിഷമം ഉള്ള ഒരാളുടെ എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതായത് ആ പേഴ്സൺ അത്രത്തോളം വിഷമിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ അത്രത്തോളം ആ പേഴ്സൺ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇത്രത്തോളം വിഷമിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ചോദിച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല, നിങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ. ആ പേഴ്സൻ്റെ മനസ്സിൽ എന്താണുള്ളത് എന്ന് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ലല്ലോ. വളരെ വലിയൊരു അകൽച്ച ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ പേഴ്സണ് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ പേഴ്സണിൽ നിന്ന് ഒരുപാട് അകലെയാണ് എന്ന് ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുമോ എന്നൊന്നും ആ പേഴ്സണ് അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്തുകൊണ്ടോ നിങ്ങൾ ആ പേഴ്സണിൽ നിന്ന് അകലുന്നു എന്ന് ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു അകൽച്ചയാണ് ആ പേഴ്സണ് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആ പേഴ്സണ് വിഷമമുള്ളൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ പോലും നിങ്ങളതിനൊരു അവസരം കൊടുക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. അവസരം കൊടുത്താലും ഇനി ആ പേഴ്സൺ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ അതിന് നിങ്ങൾ ശ്രമിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. ഇതെല്ലാം കൊണ്ട് തന്നെ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ പേഴ്സണ് സാധിക്കുന്നില്ല. ആ പേഴ്സൺ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്തിനാണ് ഇത്രത്തോളം അവരെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ പേഴ്സണ് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ പേഴ്സൺ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ പേഴ്സൺ ശ്രമിക്കാറുണ്ട്. എങ്കിൽ പോലും ആ പേഴ്സൺ വിചാരിക്കുന്നത് പോലെ ആ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അത് കാരണമാണ് ആ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നത്. അതായത് ആ പേഴ്സണ് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല, എന്നാൽ നിങ്ങളോടൊന്ന് സംസാരിക്കാനും സാധിക്കുന്നില്ല. ഇത്രത്തോളം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. എന്നിട്ടും ആ പേഴ്സണ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പേഴ്സണ് കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതിനൊരു അവസരം ആ പേഴ്സണ് ലഭിക്കുന്നില്ലല്ലോ. എത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിട്ടും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടും ആ ഒരു ഇഷ്ടം, ആ ഒരു സ്നേഹം ആ പേഴ്സണ് നിങ്ങളോടൊന്ന് തുറന്നു പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴും സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട്
ആ പേഴ്സണ് ഒരുപാട് വിഷമമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളമാണ് സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ പേഴ്സൺ എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക. മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക. എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, മേ ബി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം. മേ ബി അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ ഇത്രത്തോളം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. മേ ബി ആ പേഴ്സൻ്റെ ഫീലിങ്സ് ഇതുവരെ നിങ്ങളോട് തുറന്നു പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ആ പേഴ്സൺ ആഗ്രഹിച്ച അത്രത്തോളം ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല ആ പേഴ്സണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത് ആ പേഴ്സണ് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. മേ ബി അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നത്. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം. ആ പേഴ്സണെ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സണെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ ആ പേഴ്സണോട് സംസാരിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ആ പേഴ്സണിന് വേണ്ടി നിങ്ങളും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. ആ പേഴ്സൺ എത്രത്തോളമാണോ നിങ്ങളെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത്, അത്രത്തോളം സ്നേഹം നിങ്ങൾക്കും ആ പേഴ്സണോടുണ്ടായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ ആ പേഴ്സൺ വിശ്വസിക്കുന്നത് ആ പേഴ്സൺ എത്രത്തോളമാണോ നിങ്ങളെ മിസ് ചെയ്യുന്നത്, അതുപോലെ മേ ബി നിങ്ങൾക്കും ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. പക്ഷെ എങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്, ഇനി നിങ്ങൾ ആ പേഴ്സണെ മറന്നോ, നിങ്ങളിനി ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നൊക്കെ ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇത്രത്തോളം വിഷമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആ പേഴ്സൺ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്നുള്ളതല്ല, ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ ആ ഒരു മെസ്സേജ്, ആ പേഴ്സൻ്റെ വിഷമം, ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പേഴ്സൺ വിഷമിക്കുന്നതിൻ്റെ കാരണം നിങ്ങളെ ആ പേഴ്സൺ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അത്രത്തോളം നിങ്ങളെ സ്നേഹിച്ചിട്ടും നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം മേ ബി ആ പേഴ്സൺ ഇത്രമാത്രം വിഷമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ പേഴ്സൺ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പലപ്പോഴും അതിന് സാധിക്കാറില്ല. എങ്കിലും ആ പേഴ്സണെ കൊണ്ട് കഴിയുന്നത് പോലെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ, അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറും, ആ പേഴ്സൻ്റെ കാത്തിരിപ്പ് വെറുതെ ആവില്ല എന്നൊക്കെ ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി നിങ്ങളും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ടായിരിക്കാം. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേ ബി നിങ്ങൾ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കാം. ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന്. അതായത് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം, അതായത് ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത്, ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണെ മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല.
ആ പേഴ്സണെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ല എങ്കിലും ആ പേഴ്സണെ അത്ര എളുപ്പത്തിൽ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ആ പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ആ പേഴ്സണ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ആ പേഴ്സണെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആ പേഴ്സണെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ആ പേഴ്സണ് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല, ആ പേഴ്സണ് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആ പേഴ്സണെ മനസ്സിലാക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്. പക്ഷേ ആ പേഴ്സണ് അത് വലിയ കാര്യമാണ്. അതായത് ആ പേഴ്സണെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ആ പേഴ്സണ് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മേ ബി ആ പേഴ്സൺ മാത്രം ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല അത്, എല്ലാവരും ചിന്തിക്കുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ചിന്തിക്കാറുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സണെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവരും ചിന്തിക്കാറുണ്ടായിരിക്കാം. ആ പേഴ്സൺ മാത്രമായിരിക്കണമെന്നില്ല, അത് നിങ്ങളുടെ എനർജി കൂടി ആയിരിക്കാം. എങ്കിലും പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്, അതിൻ്റെ കാരണങ്ങളാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആ പേഴ്സൻ്റെ എനർജിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇത് മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആയേക്കാം, എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം. പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആ പേഴ്സൻ്റെ സോൾമേറ്റ് ആണ് എന്നായിരിക്കാം. ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സണ് തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നുന്നുണ്ടായിരിക്കാം. എങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം. ഈ ഒരു മെസ്സേജ് എനിക്ക് എപ്പോഴും ലഭിക്കുന്ന ഒരു മെസ്സേജാണ്. എപ്പോഴുമല്ല എങ്കിലും ഈ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കാറുണ്ട്. മേ ബി വളരെ കുറച്ച് പേർക്കാണെങ്കിലും ആ ഒരു മെസ്സേജ് റെസനേറ്റ് ആവുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എപ്പോഴും എനിക്ക് ലഭിക്കുന്നത്. എപ്പോഴും അല്ലെങ്കിലും ചിലപ്പോഴെങ്കിലും ലഭിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപുള്ള ഒരു സമയമില്ലേ, നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു സമയം, ആ ഒരു സമയം ആ പേഴ്സണ് വളരെയധികം പ്രിയപ്പെട്ടതായിരുന്നു. ആ ഒരു സമയത്ത് ആ പേഴ്സൺ വളരെയധികം സന്തോഷിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ആ സമയത്ത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. അതായത് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ കാരണം ആ പേഴ്സൺ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ആ പേഴ്സൻ്റെ സന്തോഷത്തിന് കാരണമാണ്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് ഒരു കാരണം അതുകൂടിയാണ് എന്ന് പറയാം. ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള രണ്ടാമത്തെ കാരണം അതാണ്. അതായത് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് കൊണ്ടും, നിങ്ങൾ ആ പേഴ്സൻ്റെ സോൾമേറ്റ് ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നത് കൊണ്ടും, നിങ്ങൾ ആ പേഴ്സണെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നതിനുള്ള മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് ശരിക്കും ആ പേഴ്സണ് നിങ്ങളോട് തുറന്ന് പറയാം. അതായത് ആ പേഴ്സണ് എന്താണോ നിങ്ങളോട് പറയാനുള്ളത് അത് നിങ്ങളോട് വളരെ എളുപ്പത്തിൽ തുറന്ന് പറയാൻ സാധിക്കുമെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സൺ അത് അറിയാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് വളരെ എളുപ്പത്തിൽ ആ പേഴ്സണ് എന്താണോ നിങ്ങളോട് പറയാനുള്ളത് അത് വളരെ എളുപ്പത്തിൽ ആ പേഴ്സണ് തുറന്ന് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം. ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ടാണ് ആ പേഴ്സൺ വിഷമിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപും ആ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ ആ പേഴ്സൺ അത് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്ന്. പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സൺ വിചാരിച്ച അത്രത്തോളം നന്നായിട്ട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് പറയാൻ സാധിച്ചില്ലെങ്കിലും, നിങ്ങളോട് പറയാൻ സാധിച്ചില്ലെങ്കിലും, മറ്റാരോടെങ്കിലും പറയുന്നതിനേക്കാൾ നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിങ്സ് ആ പേഴ്സണ് എളുപ്പത്തിൽ പറയാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ്. ഇനി മറ്റാരോടെങ്കിലും എന്ന് പറയുമ്പോൾ ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോട് മേ ബി ആ പേഴ്സൻ്റെ ഫീലിങ്സ് ഇതുപോലെ ആ പേഴ്സണ് തുറന്ന് പറയാൻ
സാധിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ പേഴ്സൺ എന്താണോ പറയേണ്ടത് അത് ആ പേഴ്സണ് ശരിക്ക് തുറന്നു പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. മേ ബി ആ പേഴ്സൻ്റെ സുഹൃത്തുക്കളോട് പോലും നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ അത്ര നന്നായിട്ട്, അതായത് അത്ര വ്യക്തമായിട്ട് ആ പേഴ്സണ് പറയാനുള്ളത് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളോട് പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ആ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ ആ പേഴ്സണ് പറയാനുള്ളത് ആ പേഴ്സണ് നിങ്ങളോട് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷേ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ആ പേഴ്സണ് പറയാനുള്ളത് തുറന്നു പറയാൻ ശ്രമിക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് തുറന്നു പറയാൻ സാധിക്കാത്തത് കൊണ്ട് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ആ പേഴ്സൺ നിങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളെന്ന് പറയുന്നത്. ഇത് മാത്രമായിരിക്കണമെന്നില്ല കേട്ടോ, ഒത്തിരി കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ഇതൊക്കെയാണ്. പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്നല്ല, എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങളെടുക്കാം. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രം നിങ്ങളെടുക്കുക. ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടി എനർജി ആയിരിക്കാം. അതായത് ആ പേഴ്സൻ്റെയും നിങ്ങളുടെയും എനർജി ആയിരിക്കാം. അതായത് നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നോക്കുമ്പോഴും, അല്ലെങ്കിൽ 3 കാരണങ്ങൾ നോക്കുമ്പോഴും ഈ 3 കാരണങ്ങൾ മേ ബി അതിലുണ്ടായിരിക്കാമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾ ആ പേഴ്സണെ ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്താണെന്ന് മേ ബി നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം ഇതൊക്കെ തന്നെ ആയിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എന്നുവെച്ചാൽ ഈ കാരണങ്ങൾ മാത്രമാണെന്നല്ല, ഈ കാരണങ്ങളും ആ പേഴ്സണെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളിൽ ഉണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.